Hello and welcome to my YouTube channel. Life Unscripted. Okay. അപ്പം തമിഴിൽ കണ്ടപ്പം ഇന്ന് എന്താ പറയാൻ വരുന്നത് എല്ലാവർക്കും അറിയാം. ശരിയാണ്, എൻ്റെ ഫേസ് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് പൊള്ളിയത്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് പാടുകളൊക്കെ മാറിയത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. എൻ്റെ മൈക്ക് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴാണ് ചാർജ് ഇല്ലയെന്ന് മനസ്സിലായത്. പക്ഷേ ഇനിയിപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അപ്പം എൻ്റെ ഫേസ് പൊള്ളുന്നത് ഒരു ഓഗസ്റ്റിലാണ്, അതായത് എനിക്കും 2023 ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ, ഓണത്തിൻ്റെ കറക്റ്റ് ഒരാഴ്ച മുന്നെയാണ് കേട്ടോ പൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓണത്തിനിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫേസ് പൊള്ളുന്നത്. അപ്പോൾ ഈ ഓഗസ്റ്റിൽ ഫേസ് പൊള്ളിയിട്ട് ഞാൻ എൻ്റെ ഫോട്ടോസ് ഇവിടെ വെക്കാം കേട്ടോ. എൻ്റെ പൊള്ളിയതിന് ശേഷവും പൊള്ളി കുറച്ച് ദിവസം കഴിയുമ്പോഴുള്ള എൻ്റെ ഒരു ജേർണി ഫോട്ടോസ് ഞാനിവിടെ കാണിക്കാം. സോ ഓഗസ്റ്റിൽ എനിക്ക് പൊള്ളിയിട്ട് എൻ്റെ ഡിസംബറിലുള്ള ഫോട്ടോ വെക്കാം. സോ ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4ാമത്തെ മാസം എൻ്റെ മുഖത്ത് എൻ്റെ ഫേസിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഏപ്രിലിൽ വിഷുവിനെടുത്ത ഫോട്ടോസും, പിന്നെ ഏപ്രിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് എടുത്ത ഫോട്ടോസ് ഞാനിവിടെ കാണിക്കാം. അപ്പം എൻ്റെ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫേസ് ഇങ്ങനെ പൊള്ളിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ആ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ പാടുകളൊക്കെ മാറി ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ പൊള്ളിയെന്ന് ഞാൻ പറയാം. സോ അതിനു മുന്നേ ഞാൻ എന്താണ് ഇത്രയും ലേറ്റായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി കുക്ക് ചെയ്ത സമയത്ത് ഫേസ് പൊള്ളിയിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കടന്നുപോയൊരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത്, എൻ്റെ പാടുകൾ മാറാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ആദ്യം തന്നെ എൻ്റെ ഫേസ് എങ്ങനെ പൊള്ളിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുട്ട ബജി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം മുട്ട ബജി ഉണ്ടാക്കുക നമ്മൾ നോർമലായിട്ട് മുട്ട ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം ഞാനും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. അപ്പം ഞാൻ 1-2 മുട്ടകൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡ് അത് കുക്കായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത സൈഡ് ഇങ്ങനെ മറിച്ചിടുമല്ലോ. അപ്പോൾ നമ്മൾ അതിന് മറിച്ചിടുന്ന സമയത്ത് നമ്മൾ ക്ലോസ് ആയിരിക്കും, കുറച്ചുകൂടെ നമ്മൾ അടുപ്പായിട്ട് ക്ലോസ് ആയിരിക്കും. അപ്പം ഞാൻ ഒരു സൈഡ് മറിച്ചിട്ട് ആദ്യത്തെ മുട്ട മറിച്ചിട്ട് 2ാമത്തെ മുട്ട മറിക്കുമ്പോൾ എൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ആദ്യം മറിച്ചിട്ട മുട്ട എണ്ണ പൊട്ടിത്തെറിച്ചു. എനിക്ക് അറിയില്ല മുട്ടയിൽ വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നോ എന്താണെന്ന് എനിക്കറിയില്ല. അത് മറിച്ചിടലും അടുത്തത് മറിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിരുന്നു കുറച്ചുകൂടെ അടുപ്പിൻ്റെ അടുത്തേക്ക്. അപ്പോൾ എണ്ണ തെറിച്ചത് എൻ്റെ മുഖത്തേക്കാണ് കേട്ടോ. എൻ്റെ മുഖത്തേക്കും എൻ്റെ കണ്ണിലേക്കും തെറിച്ചു. അപ്പം തെറിച്ചതും നമുക്കൊരു പെട്ടെന്ന് നമ്മളിങ്ങനെ കാണിക്കില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ മറയ്ക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ ടീഷർട്ടായിരുന്നു, ടീഷർട്ടിൻ്റെ സ്ലീവ് തട്ടിയിട്ട് എൻ്റെ മൂക്കിലുള്ള തൊലി പോയി. അപ്പോൾ ഈ ഒരു സൈഡിൽ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഗ്യാസ് ഓഫ് ചെയ്ത് കണ്ണാടിൻ്റെ മുന്നിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ മാത്രമാണ് പാട് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടുത്തെ തൊലി പോയിട്ടുണ്ടായിരുന്നു ടീഷർട്ടിൻ്റെ സ്ലീവ് തട്ടിയിട്ട്. ബാക്കി എവിടേക്കാണ് എന്തൊക്കെയാണ് തെറിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കണ്ണിൽ പോയിന്ന് മാത്രമേ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മൾ തെറിച്ചപ്പം തന്നെ നമുക്ക് വലിയ പെയിനൊന്നും ഉണ്ടാവില്ല, ഒരു തരിപ്പായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പെയിനൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എവിടേക്ക് പൊള്ളിന്നൊന്നും അറിഞ്ഞില്ല. അപ്പം ഞാൻ എടുത്തൊരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കിച്ചണിൽ എപ്പോഴും സിൽവറെക്സ് എന്ന് പറയുന്നൊരു ഓയിൽമെൻറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു ഓയിൻമെൻറ്റ് നിങ്ങളുടെ കിച്ചണിൽ വെക്കണം. എനിക്കൊരു മെസ്സേജ് വന്നതാണ് ഞാൻ നോക്കണേ കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ഒരു ഓയിൻമെൻറ്റ് നിങ്ങളുടെ കിച്ചണിൽ വെക്കണം. എൻ്റെ കിച്ചണിൽ ഇത് എപ്പോഴും ഉണ്ടാവും. കാരണം നമ്മൾ പൊള്ളിക്കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പൊള്ളി കഴിഞ്ഞാൽ പൊതുവെ പൊക്കളിച്ച് വരില്ലേ. അപ്പോൾ ഈ ഒരു ഓയിൻമെൻറ്റ് തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ സാധാരണ ഈ പൊക്കളിച്ച് വന്നാൽ അത് പൊട്ടി പിന്നെ അവിടെ പാടാവും. പക്ഷേ ഈ ഒരു ഓയിൻമെൻറ്റ് തേക്കുമ്പോൾ അങ്ങനെ വരാറില്ല. അപ്പം ഞാനിത് എൻ്റെ മേത്തും കഴുത്തിലും എൻ്റെ മുഖത്തും കഴുത്തിലും ഫുൾ തേച്ചു. കാരണം എവിടെയാണ് പൊള്ളിയെന്നുള്ളൊരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. അവൻ അന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം ആ കോവിഡ് നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു ആ ടൈമിൽ. അപ്പം ഞാൻ വിളിച്ചു. അപ്പം വേഗം അവൻ വന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നിയർ ബൈ ഹോസ്പിറ്റൽ ജൂബിലി മിഷനാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരു 1 or 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ ജൂബിലി മിഷനിലേക്ക്. അപ്പം നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോയി. അപ്പം ഇങ്ങനെ പൊള്ളിയെന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് എക്സാമിൻ ചെയ്തു ഡോക്ടേഴ്സ്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് ഭയങ്കര പാനിക്കായിരുന്നു. മുഖം പൊള്ളി എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ടെൻഷൻ്റെ കാര്യം കേട്ടോ. കാരണം എൻ്റെ കണ്ണിലേക്ക് എണ്ണ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖത്തെ പാടുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഇപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്കിതൊക്കെ മാറ്റിയെടുക്കാം.
പക്ഷെ കണ്ണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് മാത്രമല്ല കാറിലിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ലെഫ്റ്റ് കണ്ണിലേക്കാണ് തെറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ റൈറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അപ്പം എൻ്റെ വിഷൻ ബ്ലറാണ്. അപ്പം തന്നെ ഞാൻ പോയി എൻ്റെ കണ്ണ് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കരയുന്നത്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തി. ഡോക്ടേഴ്സ് വന്ന് ഫസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നും പേടിക്കാനില്ല, ഫസ്റ്റ് ലെയർ മാത്രമേ പൊള്ളിയിട്ടുള്ളൂ, സെക്കൻഡ് ലെയറിലേക്കൊന്നും ആയിട്ടില്ല, ടിഷ്യൂ ഡാമേജ് ഉണ്ടായിട്ടില്ല. നമ്മുടെ ടിഷ്യൂ ഡാമേജ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പകുതി സമാധാനമായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ സ്പെഷ്യലിസ്റ്റ് വന്നു. ഐ സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് നോക്കി, കണ്ണൊക്കെ നോക്കി. അപ്പോഴാളും പറഞ്ഞു എന്താ പറയുക, ഒന്നും പേടിക്കാനില്ല, ഉള്ളിലേക്കൊന്നും അങ്ങനെ പൊള്ളലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു വിഷൻ ബ്ലർ ആവുന്നത് എത്രയായാലും ചൂട് എണ്ണയില്ലേ നമ്മുടെ കണ്ണിൽ വീണത്, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പോലെ നമുക്ക് വിഷൻ ബ്ലർ ആയിരിക്കുന്നതാണ്. ഒരു 2 to 3 days നമുക്ക് ഡ്രോപ്സ് വന്നു, അത് യൂസ് ചെയ്താൽ മതി, സെറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോഴും ഭയങ്കര സമാധാനം കേട്ടോ. ഞാൻ എല്ലാ ദൈവങ്ങളോടും നന്ദി പറഞ്ഞു ആ കിടക്കുന്ന ഇതിൽ. കാരണം അത്രയധികം ഞാൻ എൻ്റെ കണ്ണ് പോകുമെന്നൊക്കെ ടെൻഷൻ അടിച്ചു. ഞാൻ എല്ലാ ദൈവങ്ങളോടും ആ സമയത്ത് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പെയിനൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ പിന്നെ ട്രിപ്പ് ഇട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1 വീക്കിലേക്കുള്ള മെഡിസിൻസ് ജൂബിലി മിഷനിൽ തന്നിട്ടുണ്ടായിരുന്നു. കാരണം വൂണ്ടൊക്കെ ഒന്ന് ഹീൽ ആവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും പെയിൻ കില്ലേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ 1 വീക്ക് എടുത്തു. ആ 1 വീക്ക് ആ മെഡിസിൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ തൃശ്ശൂരുള്ള എൻ്റെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ്. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറേ സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് കുറേ കൺസേൺസ് പറയാനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കേട്ടിരുന്നിട്ട് എനിക്കൊരു സൊല്യൂഷൻ തരുന്ന ഡോക്ടേഴ്സിനാണ് എനിക്ക് പൊതുവേ താല്പര്യം. അപ്പോൾ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അങ്ങനെയാണ്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഡോക്ടർ കേൾക്കും. അവസാനം ഡോക്ടർ പറയും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് ശരിയാക്കാൻ. അപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖങ്ങളും മാറും. ഞാൻ ഭയങ്കരമായിട്ട് ഡോക്ടേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പായിരിക്കും. ഞാൻ അങ്ങനെ ഗൂഗിൾ ചെയ്തിട്ട് എന്താ പറയുക മെഡിസിൻ കണ്ടുപിടിക്കുക അങ്ങനെ ഒരാളല്ല കേട്ടോ. ഞാനൊരു ഡോക്ടേഴ്സ് പേഴ്സണാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഡോക്ടറെ അടുത്ത് പോയി എൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫേസ് പൊള്ളി. ഡോക്ടർ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, നമുക്കിതെല്ലാം ശരിയാക്കി എടുക്കാം, കുറച്ച് ടൈം എടുക്കും, പക്ഷെ എന്നാൽ പോലും ഈ പാടുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടർ എനിക്ക് കുറേ മെഡിസിൻസ് തന്നു, പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്രീം തന്നു. അപ്പം ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തു കേട്ടോ. ഇനി ഇത് കൂടാതെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ ഏപ്രിലിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ക്ലോസ് സർക്കിളിലുള്ള ഒരു മാരേജാണ്. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളൊരു കല്യാണമാണ്. അപ്പോൾ ഈ ഒരു പാട് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ബുള്ളറ്റ് പോയി, ഞാൻ പോസ് ചെയ്തു. ഓക്കെ, അപ്പം എന്താ പറയുക, എനിക്ക് ഈ കല്യാണത്തിന് അടിച്ചു പൊളിക്കണം. അപ്പോൾ കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴേക്കൊന്ന് എന്താ പറയുക പാടുകളൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് എൻ്റെ ഫുഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയതാണ്. ഞാൻ ഡെയിലി ABC ജ്യൂസ് കുടിച്ചു തുടങ്ങിയിട്ടോ. അത് എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിച്ചു. പപ്പായ കഴിക്കും, അല്ലെങ്കിൽ പപ്പായയുടെ ജ്യൂസ് കുടിക്കും, അല്ലെങ്കിൽ ഓറഞ്ച്, മുസമ്പി, ഇതെല്ലാം ഞാൻ നന്നായിട്ട് ജ്യൂസായിട്ടും കഴിക്കാറായിട്ടും കഴിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ജ്യൂസായിട്ടൊക്കെ ഇൻടേക്ക് എടുക്കാൻ തുടങ്ങി. കൂടാതെ വൈറ്റമിൻ സി ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈറ്റമിൻ സി ചൂയബിളും ഉണ്ട്, പിന്നെ നമ്മൾ ഗ്ലൂട്ടാത്തയോണൊക്കെ പോലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് മെൽറ്റ് ചെയ്തിട്ട് കുടിക്കുന്നതുകൊണ്ട്. ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈം ഗ്യാപ്പിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓറഞ്ചില്ലേ, നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചിട്ട് അത് ഞാനൊരു ഓയിൽ സോക്ക് ചെയ്ത് വെക്കും. ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാം, ആൽമണ്ട് ഓയിൽ എടുക്കാം. ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര പോകുന്നൊരു കുപ്പിയിൽ ഏകദേശം ഈ ഒരു ലെവലിൽ ഞാൻ ഈ ഓറഞ്ചിൻ്റെ പൊടി ഇട്ട് വയ്ക്കും, പീലിൻ്റെ പൗഡർ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഓയിൽ ഏതെങ്കിലും ഇപ്പം ലൈക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യും. എന്നിട്ട് ഒരു 2 days അത് അനക്കാതെ വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു 2 daysൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഓയിലിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ശരിക്കും നല്ലൊരു ഗോൾഡൻ ഓറഞ്ച് കളറാവും കേട്ടോ. പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഓറഞ്ചിൻ്റെ.
ഇത് ഞാൻ എൻ്റെ ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ രാവിലെ എണീറ്റ് വന്നാൽ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യും, ഈ ഒരു ഓയിൽ വയ്ക്കും. ഞാൻ എപ്പോഴാണോ കുളിക്കുന്നത് അത്രയും നേരം ഈ ഒരു ഓയിൽ എൻ്റെ ഫേസിലുണ്ടാവും കേട്ടോ. എൻ്റെ ഇതൊരു ഓയിലി സ്കിന്നൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഓയിൽ യൂസ് ചെയ്ത് മുഖത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കൂരൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. പിന്നെ വീക്കിലി 2 ഈ ഒരു ഓറഞ്ച് പീലിൻ്റെ ഫേസ് പാക്ക് ഇടുമായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഈ ഓറഞ്ച് പീലിൻ്റെ പൗഡറും ഓട്സ് പൊടിച്ചതും കേർഡും ഇത് 3 കൂടിയായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഫേസിൽ. വീക്കിലി 2 ഞാൻ അപ്ലൈ ഇടുമായിരുന്നു കേട്ടോ. അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഡിസംബറൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫേസിൽ നല്ലൊരു ചേഞ്ച് വന്നത്. ഞാൻ ഓഫീസിൽ ലഞ്ചിന് പോയ സമയത്ത് ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പൊള്ളിയ സമയത്തുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. അയ്യോ നിന്നെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയൊക്കെ നിനക്ക് പൊള്ളിയിട്ടുണ്ട് എന്നുള്ളത് പറയില്ല എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതും. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫേസിൽ വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ഈ ഒരു ടൈം സ്പാൻ കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ആൻഡ് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ചെയ്തു കേട്ടോ. ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഗ്ലൂട്ടാത്തിയോൺ എടുത്തുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റ് റിക്കവറി ഉണ്ടായത്, എന്നിട്ടാണോ ഇങ്ങനെ പറയുന്നത്? ഒരിക്കലല്ല കേട്ടോ. ഞാൻ എൻ്റെ ഡിസംബറിലുള്ള പിക്ക് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി എൻഡ് അല്ലെങ്കിൽ മാർച്ച് ആദ്യം ആ ഒരു ടൈമിലാണ് എടുത്തത്. എനിക്ക് ആ ഒരു ടൈമിൽ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഏപ്രിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് ആദ്യം പറയട്ടെ, ഞാനിവിടെ ഗ്ലൂട്ടാത്തിയോൺ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുകയല്ല. ഞാൻ എടുത്ത ബ്രാൻഡ് ഏതാ എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുത്തത് എൻ്റെ ഡോക്ടറോട് ചോദിച്ചിട്ട് എൻ്റെ ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ബ്രാൻഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഞാനിവിടെ ഒരിക്കലും ഗ്ലൂട്ടാത്തിയോൺ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങളോടാണെങ്കിലും ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുക്കണ്ടെന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കൺസ്യൂം ചെയ്യാം. അപ്പം ഞാൻ ഇത്ര പോകുന്നൊരു ക്യാനായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 10 to 12 ടാബ്ലറ്റ്സ് ഉണ്ടാവും. അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഒരു ഗ്ലൂട്ടാത്തിയോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 to 3 months എടുക്കണം. അപ്പോഴാണ് നമുക്കതൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ആകെ ആ ഒരു ക്യാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് തന്നെ തോന്നി, എന്തിനാ വെറുതെ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എന്തിനാ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കി എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോടാണെങ്കിലും പറയാനുള്ളത്, ഇതുപോലുള്ള ഒക്കെ നമ്മൾ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ച് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക. പ്രശ്നമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഗ്ലൂട്ടാത്തിയോൺ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം അവരൊക്കെ ഒരുപാട് കാശ് മേടിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, വാട്ട് എവർ, അതെന്തോ ആവട്ടെ. പിന്നെ ഞാൻ എടുത്ത ബ്രാൻഡ് ഏതാന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഫേസിൽ ചെയ്ത കാര്യങ്ങൾ. അപ്പം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പൊള്ളുക, എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുക എന്നൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ കുറച്ച് പാനിക്കാവുക, അയ്യോ എൻ്റെ ഫേസ് പോയല്ലോ, ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മാറില്ല. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, എന്താ പറയുക, ഇതൊക്കെ മാറും എന്ന് വിചാരിക്കുക. പിന്നെ ചില ആളുകളുണ്ടാവും നമ്മളെ കാണുമ്പോൾ ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ട് സങ്കടപ്പെടുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി കേട്ടോ. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ ഫേസ് അല്ലെങ്കിൽ കൈ ഒക്കെ ഇതുപോലെ പൊള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൂണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മുറിവുണ്ടല്ലോ, ഇപ്പം നമ്മൾ വൂണ്ട്, അത് മീൻസ് പൊള്ളിയിട്ടൊക്കെയുള്ള വൂണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ടാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ല കേട്ടോ. സോ നമ്മൾ കയ്യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. ഫേസിലാണെങ്കിൽ മാസ്ക് ഇടുക, പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ ഇത് ടാൻ ആയി കഴിഞ്ഞിട്ട് സൺലൈറ്റ് കുറേ അടിച്ച് ടാൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എൻ്റെ ഇത് മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെയൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. പിന്നെ പുതിയ ചാനലാണ് കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ.